ക്ലാസ് അല്ലേ? അതെ, ഇന്ന് മാഷെ കൊണ്ട് നല്ല കഥ പറയും. പറയോ? നോക്കാം. Very good afternoon. Sit down, everybody. Take your notebooks. സൂരജ്, നമ്മളിന്ന് പ്ലാൻ ചെയ്ത പോലെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? സാറിനോട് ചോദിക്കും. അത് നീ ചോദിക്കും. അത് നിനക്ക് ചോദിച്ചൂടെ? Silence. നിങ്ങൾക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് പറയാനുള്ളത്? എനിക്ക് സാർ, നമ്മുടെ സയൻസ് കോമ്പറ്റീഷനിൽ സാറിന്റെ പ്രൊജക്ട് കാണിച്ചപ്പോൾ ജില്ലയിൽ ഫസ്റ്റ് വന്നില്ലേ? അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ. പറയൂ, എന്താ സെലിബ്രേഷൻ? സാർ, ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. സാറിന് കട്ട് ചെയ്യണം. ആയിക്കോട്ടെ. ശരി, എല്ലാവരും എന്റെ അടുത്തേക്ക് വരൂ. ഒരുമിച്ച് കട്ട് ചെയ്യാം. ഇതെടുത്ത് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യൂ. കൊണ്ടുപോയി എല്ലാവരും കഴിക്കൂ. സർ, ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സർ, എല്ലാ ക്ലാസ്സിലും നല്ല നല്ല കഥകൾ പറയാറില്ലേ? ഇതുവരെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സെലിബ്രേഷൻ മൂഡ് മാറാതിരിക്കാൻ ഒരു കഥ പറഞ്ഞുതരാവോ? ശരി, പറയാം. നിങ്ങൾക്ക് ന്യൂജൻ കഥകളോടാണോ താല്പര്യം? അതോ സമകാലിക പ്രശസ്തിയുള്ള കഥകൾ വേണോ? അതോ പഴയ വല്ല കഥകളും വേണോ? സർ, ഞങ്ങൾക്ക് ന്യൂജനല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഒരു വ്യത്യസ്തമായ കഥയാണ്. സമകാലികം എന്നത് പത്രത്തിലും ടിവിയിലും സിനിമയിലും എല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു കഥയാണ് ഞങ്ങൾക്കിഷ്ടം. ശരി, ഞാനൊരു കഥ പറയാം. സ്റ്റാഫ് റൂമിൽ എന്റെ ടേബിളിൽ കൊണ്ടുവയ്ക്കൂ. ശരി സർ. അല്ല തോമസേ, ഇതെന്താ പൊതിഞ്ഞിരിക്കുന്നേ? ചോറ്റുപാത്രം ഇല്ല. രാവിലെ അമ്മ ചോറ് പോയിണ്ടാക്കി തന്നതാ. അത് നന്നായി. അപ്പൊ പാത്രം കഴുകണ്ടല്ലോ. എടാ, ഒരു പ്രധാന കാര്യം. ഇന്ന് നമ്മൾ ചന്ദ്രന്റെ വീട്ടിൽ പോണോ? പിന്നെ വേണ്ടേ, അവരെ നമ്മുടെ കൂടെ എന്തായാലും കൂട്ടാം. എടാ, ഇവൾ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? എന്താ? ഇവൾക്ക് അറിയാത്തതെല്ലാം ചന്ദ്രൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് നിനക്കെന്താ എത്ര അസൂയ? നിനക്കും വേണമെങ്കിൽ ചന്ദ്രനോട് ചോദിക്കാലോ. ഓ, നിങ്ങളൊക്കെ അപ്പൊ ഒറ്റക്കെട്ടായി. ആടാ, ചന്ദ്രേട്ടാ, ധന്യേ, അവരെത്തി. ശരി. ഇന്നലത്തെ പോലെ വൈകില്ല. അമ്മ ഇപ്പൊ വരും. ആടിന് കഞ്ഞിവെള്ളം നീ 2 വീട്ടിൽ നിന്നേ എടുക്കാനുള്ളൂ. ശരി, അമ്മ വരട്ടെ. ഈ വീട്ടിലിരിക്കുന്നതൊക്കെ കൊള്ളാം. ഈ ആടിന്റെ മൂത്രത്തിന് നാറ്റം സഹിക്കാൻ വയ്യ. അത് നിനക്ക് മൃഗസ്നേഹം ഇല്ലാത്തോണ്ടാ. നിന്റെ ആടുകളൊക്കെ 4 കുടം കഞ്ഞിവെള്ളം കുടിക്കോ? പിന്നെ മനുഷ്യരെ പോലെയാ മൃഗങ്ങള്. അതാ ഗീത ചേച്ചി വന്നല്ലോ. മക്കളിന്ന് നേരത്തെ എത്തിയോ? ഞങ്ങളൊക്കെ നേരത്തെ എത്തിയേ. തരൂ അമ്മേ. പാത്രത്തിൽ ചോറാക്കാനുള്ള സമയം വേണ്ടു മക്കളെ. അമ്മേ, അമ്മയ്ക്ക് നേരത്തെ പോയി കൊണ്ടുവരായിരുന്നില്ലേ? ഇന്നലെയും സ്കൂളിലെത്തിയപ്പോ ബെല്ലടിച്ചു. നേരത്തെ പോയാ ഇന്നലത്തെ കഞ്ഞിവെള്ളല്ലേ കിട്ടുള്ളൂ. രാവിലത്തെ കൂടെ ആയാലല്ലേ 2 കയ്യിൽ ചോറെങ്കിലും കിട്ടുള്ളൂ.
അമ്മേ അവൾക്ക് മാത്രമേ എന്നും കൂടുതൽ കൊടുക്കണേ? കൂടുതൽ കിട്ടുമ്പോ തരാറില്ല മോനെ, അവള് കുഞ്ഞല്ലേടാ. അച്ഛൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് പാത്രം നിറയെ ചോറുണ്ടായിരുന്നു ഇല്ലേ അമ്മേ? നമ്മൾ പാപികളാ മക്കളെ, അതുകൊണ്ടാണ് ദൈവം നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്. സാരമില്ല അമ്മേ. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല അമ്മേ. ശരി, സമയം പോയത് അറിഞ്ഞില്ല. ബാക്കി നാളെ പറയാം. സാർ പോവല്ലേ, ഞങ്ങൾ മുഴുവൻ കേട്ടിട്ടേ പോകുന്നുള്ളൂ. സാർ പോവല്ലേ സാർ, പ്ലീസ്. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ചന്ദ്രേട്ടാ ഒന്ന് നിന്നേ. എന്താ ഇങ്ങനെ? എനിക്കൊരു മാങ്ങ എറിഞ്ഞു വീഴ്ത്താമോ? ആ, ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. കിട്ടിയാ ഭാഗ്യം. ഓ മതി, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ അത് പിടി. ആ കിട്ടിട്ടാ.
ഇന്ദിരേ ഒന്ന് നിന്നേ. ദാ നീ ചോദിച്ച ബുക്ക്. നമുക്ക് നടക്കാം. അവള് വന്നോളൂ. ഇന്ദിരേ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ചന്ദ്രേട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. മോളെ ഇന്ദിരേ, ആ മോളെ എത്ര നേരായി സ്കൂളിൽ പോണ്ടേ? ആ അമ്മ ഞാൻ എണീറ്റു. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥ. സാർ, ഈ കഥയിലെ ഗീത ചേച്ചിയും തന്നെയും ഇപ്പൊ എവിടെയാണ് സാർ? ഗീത ചേച്ചി ഇപ്പോൾ ഇല്ല. കഷ്ടപ്പാടിൻ്റെ നെറുകയിൽ നിന്നു തന്നെ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി യാത്രയായി. പിന്നെ ധന്യ അല്ലേ? ധന്യ വിവാഹമെല്ലാം കഴിഞ്ഞ് ഭർത്താവും മക്കളുമായി ഇപ്പോൾ വിദേശത്താണ്. സാർ, ആ ഇന്ദിരയും ചന്ദ്രനും സാർ സാറെന്താ പറഞ്ഞേ? എനിക്കറിയാൻ, അപ്പൊ എടുത്തിട്ട് വരാം. ആരും പോവല്ലേ? അതെ എടി, ഈ സാറ് പറഞ്ഞ കഥയിൽ ചന്ദ്രൻ ആരാണ്? നിനക്കൊന്നും മനസ്സിലായില്ല? നിനക്ക് മാത്സിൽ എത്ര മാർക്ക്? നിന്റെ ക്ലാസ്സിലെല്ലാരും എന്താ വിളിക്കുക? പൊട്ടൻ. നിനക്ക് ഞാൻ ഉത്തരം പറഞ്ഞാലേ അടുത്ത എക്സാമിൽ എനിക്ക് വട്ടപൂജയും കിട്ടുകയും ചെയ്യും. ഫ്രീ ആയിട്ട് എനിക്ക് പൊട്ടിന്നുള്ളൊരു പേരും കിട്ടും. നോവിന്റെ തീവരമ്പിൽ ഇതളിട്ട പൂക്കൾ രാവിൻ നീലാക്കയങ്ങളിൽ പ്രണയങ്ങളായി ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു രജത നദിയൊഴുകിയ